ശബരിമല യുവതീ പ്രവേശന സമയത്തെ വിവാദമായ സുവർണാവസര പരാമർശം ആവർത്തിക്കുകയാണ് മുൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള. ശബരിമല സമരവും കോടതി വിധിയും സുവർണാവസരം തന്നെയാണ് എന്ന് ശ്രീധരൻപിള്ള. ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് വിവാദ പരാമർശം ആവർത്തിച്ചത്. 2018 നവംബറിൽ കോഴിക്കോട് നടന്ന യുവമോർച്ച സംസ്ഥാന സമിതി യോഗത്തിലായിരുന്നു ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ സമരം സുവർണാവസരം എന്ന പി.എസ്. ശ്രീധരൻപിള്ളയുടെ വിവാദ പരാമർശം. അന്നത് പാർട്ടി യോഗത്തിനുള്ളിൽ വെച്ചായിരുന്നുവെങ്കിൽ ഇന്ന് പൊതുവേദിയിൽ വെച്ച് വീണ്ടും നിലപാട് ആവർത്തിക്കുകയാണ് ശ്രീധരൻപിള്ള. ശബരിമല സമരവും സുവർണാവസര വിധിയുമാണ്. ഞാൻ സുവർണാവസരവും അന്ന് പറഞ്ഞു, ഇന്നും ആവർത്തിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിരുന്നു തന്ത്രിയുടെ അറസ്റ്റെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കഴക്കൂട്ടം എം.എൽ.എ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ആണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത്. യുവതീ പ്രവേശന സമയത്ത് എന്തെല്ലാം ഗൂഢാലോചന നടന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായി എന്നും ഇപ്പോൾ നടക്കുന്ന ഗൂഢാലോചന പിന്നീട് വ്യക്തമാകുമെന്നും മന്ത്രി എം.പി. രാജേഷ്. എന്തെല്ലാം ഗൂഢാലോചനകൾ നടന്നു എന്നതിപ്പോൾ തെളിയല്ലേ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചന കുറച്ചുകാലം കഴിയുമ്പോഴായിരിക്കും പുറത്തുവരിക. ശ്രീധരൻപിള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് യുവതീ പ്രവേശന സമയത്ത് നടയടച്ചതെന്ന ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തലിൽ തന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.